ഇന്ന് നമ്മൾ പോകുന്നത് ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വെക്കാൻ പറ്റുന്ന കുറച്ച് സക്കുലൻറ്റ് പ്ലാന്റ്സും കാക്ടസും ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വിൻഡോയുടെ സൈഡിലും ടേബിളിൻ്റെ മുകളിലും ഒക്കെ ആയിട്ട് നമുക്ക് ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് സക്കുലൻറ്റ് പ്ലാന്റ്സ്. ഇതിപ്പം ഞങ്ങൾ മേടിക്കാൻ വേണ്ടി സെലക്ട് ചെയ്ത് വെച്ച കുറച്ച് പ്ലാന്റ്സ് ആണ്. നിറയെ തൈകളുള്ള ഒരു പ്ലാന്റ്സ് നോക്കി നമ്മൾ സെലക്ട് ചെയ്ത് നമുക്കിത് സെപ്പറേറ്റ് ചെയ്തിട്ട് വേറെ പോട്ടുകളിലാക്കി ഇതേപോലെ തന്നെ നമുക്ക് ആക്കിയെടുക്കാനായിട്ട് പറ്റും. ഈ സൈഡിലായിട്ട് കാണുന്ന ചെറിയ ചെറിയ തൈകൾ നമുക്ക് ഓരോ സിംഗിൾ പോട്ടിലായിട്ട് ഓരോന്നായിട്ട് ചെറിയ പോട്ടിൽ നമുക്ക് ആദ്യം വളർത്തിയെടുക്കാം. പിന്നെ അത് തൈകളാകുന്നതിനനുസരിച്ച് നമുക്ക് പോട്ടിൻ്റെ വലിപ്പം അതിനനുസരിച്ച് കൂട്ടിക്കൊടുക്കാം. വെള്ളം നന്നായി വാർന്നു പോകുന്ന രീതിയിലുള്ള മണൽ അല്ലെങ്കിൽ ഗാർഡൻ സോയിലും കമ്പോസ്റ്റും കൂടി മിക്സ് ചെയ്ത് വേണം നമുക്കിത് നടാൻ. നടുന്ന ടൈമിൽ പോട്ടിന് ഹോൾസ് ഉണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. മുകളിൽ കാണുന്ന സോയിൽ നന്നായി ഡ്രൈ ആയതിനു ശേഷം മാത്രമേ നമ്മൾ നെക്സ്റ്റ് റൗണ്ട് വെള്ളം ഒഴിക്കാൻ പാടുള്ളൂ. സക്കുലൻസിൻ്റെ ലീവ്സിൽ അത് വെള്ളം ശേഖരിച്ച് വെക്കാറുണ്ട്. നമ്മൾ ഓവർ വാട്ടറിങ് ആയി പോയി കഴിഞ്ഞാലും അണ്ടർ വാട്ടറിങ് ആയി പോയി കഴിഞ്ഞാലും ഇത് ചെടിയെ സാരമായിട്ട് ബാധിക്കും. പ്ലാന്റിന് റൂട്ടിൽ നിന്നും വെള്ളം കിട്ടാത്ത ഒരവസ്ഥയിൽ ലീവ്സിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വെള്ളമാണ് ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കാത്ത ഒരവസ്ഥയിൽ ഇലകളിൽ നമ്മൾ ചുളിവുകൾ വീഴുകയും ഇലകൾ അവസാനം കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇത് അണ്ടർ വാട്ടറിങ്, നമ്മൾ വെള്ളം ഒട്ടും ഒഴിച്ചു കൊടുക്കാത്തത് കൊണ്ടാണെന്ന്. അതുകൊണ്ട് അതിന് ആ ഒരു ഇലകളൊന്ന് ഹെൽത്തി ആകുന്നിടം വരെ നമ്മൾ വെള്ളം ഒഴിച്ച് അതിനെ സംരക്ഷിക്കണം. പിന്നെ ഓവർ വാട്ടറിങ് ആണെങ്കിൽ ഫസ്റ്റ് സൈൻ എന്ന് പറയുന്നത് മഞ്ഞ കളറിൽ ഇലകൾ കാണും, സോഫ്റ്റ് ആയിട്ടായിരിക്കും കാണുന്നത്. അങ്ങനെ നമ്മൾ ഓവർ വാട്ടറിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇലകളെല്ലാം ബ്ലാക്ക് കളറിലാവുകയും പിന്നെ അത് അടർന്നു പോവുകയും ചെയ്യും. പിന്നെ പ്ലാന്റ് ഒന്ന് ഓക്കെ ആകുന്നിടം വരെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കുക. അത് ഡ്രൈ ആയിട്ട് തന്നെ അങ്ങനെ ഇരുന്നിട്ട് പിന്നീട് അത് നല്ല ഹെൽത്തി ആയിക്കോളും. ഇൻഡോറിൽ വെക്കുമ്പോൾ ഒഴിക്കുന്നതിനേക്കാളും കൂടുതൽ വാട്ടർ പ്ലാന്റിന് ഔട്ട്ഡോറിൽ വെക്കുമ്പോൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്. ബ്രൗൺ കളറിലുള്ള ലീഫിലൊക്കെ ബ്ലാക്ക് കളറിൽ സ്പോട്ട്സ് കാണുക, ഇങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമുക്കതൊരു ഫംഗൽ ഇൻഫെക്ഷനായിട്ട് കൺസിഡർ ചെയ്യാം. നമുക്കതിന് വേണ്ടിയിട്ട് ഹോം മെയ്ഡായിട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിൽ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് പ്ലാന്റിലായിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് സോഡ ഇല്ലെങ്കിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗർ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് പ്ലാന്റിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് പോട്ടിംഗ് മിക്സ്ചറും ഗാർഡൻ സോയിലും കൂടാണ്. പശയുള്ള മണ്ണ് ഒരിക്കലും ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കരുത്. കാരണം വെള്ളം കെട്ടി നിന്നിട്ട് അത് ചെടി നശിച്ചു പോകും. ഇതുപോലെ മദർ പ്ലാന്റിൽ നിന്ന് നമ്മൾ ഓരോ തൈകളായിട്ട് വേർതിരിച്ചെടുക്കുക. ഇതിന് ചുറ്റും തൈകളുണ്ട്. അപ്പോൾ മദർ പ്ലാന്റിന് ദോഷമൊന്നും വരാത്ത രീതിയിൽ നമ്മൾ കറക്കിയിട്ട് ഓരോ തൈകൾ ആയിട്ട് എടുക്കാം. അതിനുശേഷം നമുക്കിത് ഓരോ പോട്ടിലായിട്ട് ഓരോ പോട്ടിലെന്ന രീതിയിൽ നമുക്കിത് നട്ടുവയ്ക്കാം. തീരെ ചെറിയ തൈകൾ അതിന് ചുറ്റുമുള്ളത് എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം തീരെ ചെറിയ തൈകളാണെങ്കിൽ അത് സർവൈവ് ചെയ്യില്ല. വലിയ തൈകൾ മാത്രം നമുക്ക് എടുക്കുക. പിന്നീട് നമുക്ക് ഇതേപോലെ ആ ചെറിയ തൈകൾ വലുതാകുമ്പോൾ ഇതേ കൂട്ട് തന്നെ നമുക്ക് അത് റീപോർട്ട് ചെയ്യാം. ഇത് നമുക്ക് ഇൻഡോറിൽ ഒരു കപ്പിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇൻഡോർ വെക്കാൻ പറ്റിയ ഒരു പോട്ടാണിത്. നമ്മൾ ഇൻഡോർ വെക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ നമ്മളൊരു ട്രേ വെച്ച് കൊടുക്കാറുണ്ട്. കാരണം വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുമ്പോൾ. ഒരു മിനിമൽ കെയറിലൂടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് സക്കുലൻസും കാക്ടസും ഒക്കെ. ഈ കാക്ടസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ കയ്യിലൊരു ഗ്ലൗസ് ഇടണം കേട്ടോ. അല്ലെങ്കിൽ നമുക്കതിൻ്റെ ആ ഒരു ചെറിയ തോൺസ് നമ്മുടെ കയ്യിൽ കയറിയിരിക്കുകയും